ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ ഒരു നീണ്ട കരിയർ വർഷം ബാല്യമൊക്കെ ഡൽഹിയിലായിരുന്നു. അവിടുന്ന് ഈ കേരളം പോലെ ക്രിക്കറ്റിന് അത്ര വളക്കൂറില്ലാത്തൊരു മണ്ണിലേക്ക് സഞ്ജുവിനെ പോലെ അല്ലെങ്കിൽ സാലിയെ പോലെ ആളെ കൊണ്ട് രണ്ടുപേരെ കൂടി തിരിച്ചു വരാനുള്ള ധൈര്യം എങ്ങനെ കിട്ടി? ഇവിടെ അതിനുള്ള അന്ന് ഇപ്പോൾ കുറച്ചുകൂടെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. സഞ്ജു വന്നതിന് ശേഷം, ശ്രീശാന്ത് സഞ്ജു വന്നതിന് ശേഷം ആദ്യകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതൊരു വല്ല ധൈര്യമായിരുന്നു, സമ്മതിക്കണം. കാര്യം എന്നറിയാം, കേരള ക്രിക്കറ്റിനെ എനിക്കറിയാമായിരുന്നു. എന്തറിയാമായിരുന്നു? കേരളത്തിൽ ഇങ്ങനെ ക്രിക്കറ്റ് ഇല്ല. ഡൽഹിയിലാണെങ്കിലും ക്രിക്കറ്റ് ഫാക്ടറി. അപ്പോൾ അവിടെ കളിച്ചു വളർന്നാൽ പോരാ, കളി കാണിച്ചാൽ പോരാ, വേറെ കഥ വേണം. ആ കഥയിൽ ഞാൻ എൻ്റെ മക്കളുടെ കോൺസ്റ്റബിൾ സാംസന്റെ മകനാണ് നീ, കോൺസ്റ്റബിൾ സാംസന്റെ മക്കളാണ് നീ, നിങ്ങൾ രണ്ടുപേരും എവിടെയെങ്കിലും പെർഫോമൻസ് തെറ്റിയിട്ട് വന്നാലേ ഞാൻ യുവമാരെ വിളിച്ച് നിർത്തിയിട്ട് പറയും, കാര്യം തന്നെ ഇതിൽ ബാറ്റില്ലായിരുന്നു, നിങ്ങൾ ഔട്ടായിരുന്നു ചോദിച്ചു. എടാ, നിൻ്റെ അച്ഛൻ കോൺസ്റ്റബിൾ സാംസനാണ്, നീ പോയി കളിക്കുന്നത് IPS കാരൻ, IAS കാരൻ, വലിയ വലിയ രാഷ്ട്രീയക്കാരൻ, വമ്പം ബിസിനസ്മാൻ, അവരുടെ മക്കളോടാണ് നിങ്ങൾ നിൽക്കുന്നത്. അവിടെ നിൻ്റെ അപ്പം കോൺസ്റ്റബിളാണ്, ഒന്നും ചെയ്യാൻ പോകില്ല. നിൻ്റെ ബാറ്റ് കൊണ്ട് നീ ചെയ്തിട്ട് വരണം. ഇതിൽ എൻ്റെ മക്കളുടെ പെർഫോമൻസ് അവർക്ക് എന്തെങ്കിലും ചെയ്യും. ഇനി നിങ്ങൾ ചോദ്യത്തിൽ വന്നില്ല സാറേ എന്നറിയാമോ? കേരളം പോലൊരു ക്രിക്കറ്റ് ഇല്ലാത്തടത്ത് എങ്ങനെ വന്നു? അപ്പോൾ ഞാൻ എൻ്റെ ശ്രീമതിയായിട്ട് ചർച്ച ചെയ്ത് അവളോട് പറഞ്ഞു, നമ്മൾ ഇവിടുന്ന് നമ്മുടെ മക്കൾക്ക് ഇവിടെ ഒരു സെലക്ഷൻ ട്രയൽസിന് പോയി, ഒരു ട്രയൽസിന് പോയി അവന് കിട്ടിയിരിക്കണം, കിട്ടിയില്ലയോ ഞാൻ ഡൽഹി വിടുന്നു. ചേട്ടാ അങ്ങനെ പറ്റൂല, ഇങ്ങനെ പറ്റില്ല, അയ്യോ പഠിക്കുന്നു, അയ്യോ ചേട്ടൻ്റെ ജോലിയോ. ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് അവിടെ എൻ്റെ ശ്രീമതി കൊച്ചു ദിവസം നിനക്കെന്താ ജോലി? ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, നിനക്കെന്താ ജോലി? ഞാൻ നിങ്ങളെയൊക്കെ നോക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, വെളിയിൽ വല്ല കാര്യങ്ങൾ നോക്കാൻ പറയുന്നുണ്ടോ? ഇല്ലല്ലോ. മക്കളെ നോക്കുന്നു, നിന്നെ നോക്കുന്നു, എന്നെ നോക്കുന്നു, വീട്ടിൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യും. വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നെക്കുറിച്ച് നീ എന്നെ ഇൻസ്പെക്ടറല്ലല്ലോ കെട്ടിയത്, അല്ലെ നീ സാംസണല്ലേ കെട്ടിയത്, അല്ലെ സാംസണിൻ്റെ വീട്ടിലെ ജോലി ഇല്ലല്ലോ. ഉണ്ടരുത്, പാക്കപ്പ് വിട്ടു. ഭാരിച്ച കാര്യങ്ങളൊന്നും നീ തലയിടരുത്. നിനക്ക് ഇന്ന് എന്ത് കിട്ടുന്നോ, നിന്റെ മക്കൾക്ക് എന്ത് കിട്ടുന്നോ അത് ഇനിയും കിട്ടും. സാംസൺ ജോലി വിട്ട് സാംസന്റെ മക്കളെയും ഭാര്യയും കൊണ്ട് നാട്ടിൽ വന്ന് നിർത്തിയാൽ എനിക്ക് 2 കൈകളുണ്ട്, ഞാൻ എന്ത് ജോലിയും ചെയ്യും. നിനക്ക് ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അന്നും കിട്ടും. നീ വാ, നമുക്ക് പോവാം. നമ്മുടെ മക്കൾ ഇവിടെ കിടന്നാൽ ശരിയാവില്ല. കേരളത്തിൽ ക്രിക്കറ്റ് വലുതില്ല. നിൻ്റെ മക്കൾ ഇവിടെ 25 വയസ്സുകാരെയാണ് അടിക്കുന്നത്. നിൻ്റെ മോൻ 8 വയസ്സ് പ്രായം, 9 വയസ്സ് പ്രായം. അവൻ 25 വയസ്സുകാരൻ നിലത്ത് തൊടിക്കുന്നില്ല, രണ്ടുപേരും. നിൻ്റെ മക്കൾ രണ്ടുപേരും 25 വയസ്സുകാരന്മാർ ബോൾ ചെയ്യാൻ വരും. പിന്നെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടിൽ 22 യാർഡ് പോയിട്ട് ഞാൻ 50 യാർഡിൽ കൊണ്ടുവയ്ക്കും, 15 യാർഡിൽ കൊണ്ടുവയ്ക്കും. 22 യാർഡ് കഴിഞ്ഞ് എൻ്റെ മക്കൾ ഔട്ടാക്കാൻ അവന്മാർ പടാപ്പാടും ഔട്ടാക്കാൻ പറ്റൂല, വരുന്നു നടക്കൂല. എൻ്റെ പിള്ളേർ ഔട്ടാക്കാൻ ഈ സീനിയർ ക്രിക്കറ്റേഴ്സിന് പറ്റും, ബോളേഴ്സിന് പറ്റൂല. ഞാൻ എന്നിട്ട് പറയാം, 50 യാർഡിൽ കൊണ്ടുവച്ചു കൊടുക്കും. എൻ്റെ പയ്യന്മാരാണ് ജൂനിയേഴ്സ് ക്രിക്കറ്റേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ ഫുട്ബോൾ സീനിയർ ഡൽഹി പോലീസിൻ്റെ എൻ്റെ പിള്ളേർ അവന്മാർ എറിഞ്ഞു കൊടുക്കും. 15 യാർഡിൽ വെച്ച് വന്ന് ഒരേ എറിയണം, പടക്കം എറിയും. ഞാൻ എൻ്റെ മക്കളുടെ കംപ്ലീറ്റ് ഹെൽമെറ്റ് അത് ഇതെല്ലാം അവന്മാരെ അടിയോടെ അടിച്ച് പറഞ്ഞു അവന്മാരെ. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിൻ്റെ മക്കളെ 10ാം ക്ലാസ് ജയിച്ചതിന് ശേഷം ഡൽഹിയിൽ നിന്ന് അവിടെ കൊണ്ടുപോയാലേ അന്ന് അവന്മാർ മെച്ചൂർഡാവും, സാധാരണ പിള്ളേരെ പോലെ അവന്മാരാവും. ഇന്ന് നിൻ്റെ മോൻ 10 വയസ്സ് പ്രായം, ഇവൻ അവിടെ ചെന്നിട്ടേ 25 വയസ്സുകാരനെ അടിക്കണ കണ്ടാലേ കേരളത്തിൻ്റെ കംപ്ലീറ്റ് ക്രിക്കറ്റ് വീക്ഷിക്കുന്നവരും നിൻ്റെ മക്കളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.